അപ്പൊ ഈ മാതൃപഞ്ചകം എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയതാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ അമ്മയ്ക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലിയാണ്. ശങ്കരാചാര്യ സ്വാമികൾ, നമ്മൾ ഏത് കൃതി പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അത് എഴുതിയത് ആരാണ്, അതിന്റെ കർത്താവ് ആരാണ്, അദ്ദേഹത്തെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ എന്ന് പറഞ്ഞാൽ വേറെ ദൂരെയൊന്നും ജനിച്ചയാളല്ല, കാലടിയിൽ നമ്മളുടെ നാട്ടുകാരനാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അദ്ദേഹത്തെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ മാതൃപഞ്ചകത്തിലേക്ക് കടക്കാം. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും ശിവനോട് പ്രാർത്ഥിച്ചിട്ട് വളരെ വൈകി ഉണ്ടായ ഒരു കുട്ടിയാണ്. ശിവനെ പ്രാർത്ഥിച്ച് ഉണ്ടായതുകൊണ്ടാണ് ശങ്കരൻ എന്ന് പേരിട്ടതും. ഇപ്പോ നമുക്ക് അറിയാം, ഒരു ഉപനയന കാലമുണ്ട്. ആ കാലത്തൊക്കെ 5 വയസ്സിലായിരുന്നു ഉപനയനം. അതിനു മുൻപേ തന്നെ അച്ഛൻ മരിച്ചുപോയി. 5-ാം വയസ്സിൽ ശങ്കരന്റെ ഉപനയനം കഴിഞ്ഞിട്ട് ഗുരുകുലത്തിലേക്ക് പഠിക്കാനായിട്ട്. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ പഠനകാലമാണ്. നമ്മളിപ്പോ വിദ്യാരംഭം വിജയദശമിക്ക് പറയുമല്ലോ, അതുപോലെ അന്ന് വിദ്യാരംഭം എന്ന് പറയുന്നത് വേദാരംഭം എന്ന് പറയുന്നത്. വേദമാണ് പഠിക്കുന്നത് ഗുരുകുലത്തിൽ പോയിട്ട്. അപ്പൊ അതിനുവേണ്ടി ശങ്കരനെ അവിടേക്ക് വിട്ടു. അപ്പൊ ഈ ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് ഭിക്ഷയ്ക്ക് പോവും. അങ്ങനെ ഭിക്ഷയ്ക്ക് പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ സ്ത്രീ കുറെ തപ്പിയപ്പോ ഒരു നെല്ലിക്ക കിട്ടി. ആ നെല്ലിക്ക ശങ്കരന് കൊണ്ടേ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. ഇത്രയും ദാരിദ്ര്യം ആണല്ലോ അവിടെ. അപ്പൊ അദ്ദേഹം ദേവിയെ സ്തുതിച്ചുകൊണ്ട് കനകധാര സ്തോത്രം ചൊല്ലി അവിടെ സ്വർണ്ണ നെല്ലിക്കയുടെ വർഷമുണ്ടായി എന്നാണ് പറയുന്നത്. സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചു കൊടുത്തു. ആ മന ഇന്നും ഉണ്ട്. നമ്മൾക്ക് ഈ പഴന്തോട്ടം ഭാഗത്ത് സ്വർണ്ണത്ത് മന എന്ന് പറയുന്ന മനയുണ്ട്. അവർക്കൊരു ദേവിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് അവിടെ. അപ്പൊ ഈ കാലത്ത്, ഈ 5 വയസ്സ് കാലത്ത് തന്നെ വേറെയും പല അത്ഭുതങ്ങൾ ശങ്കരൻ കാണിച്ചു. കാരണം അമ്മയ്ക്ക്, നമുക്കറിയാം കാലടി എന്ന് പറയുന്നത് പെരിയാറ്റിന്റെ തീരത്താണ്. അപ്പൊ ആ പെരിയാറിലേക്ക് നടന്നുപോയി കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പെരിയാറിനെ വീട്ടിനടുത്തേക്ക് ഒഴുക്കി. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം മുങ്ങിപ്പോവെന്ന് വെച്ചാൽ അത് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെയൊക്കെ കുറെ അത്ഭുതങ്ങൾ ആ സമയത്ത് കാണിച്ചു 5 വയസ്സിൽ തന്നെ. അപ്പൊ അന്നൊക്കെ ഗുരുകുലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി സ്കൂളിലേക്ക് പോണ മാതിരി അല്ലല്ലോ. ഗുരുകുലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കണം. അവിടെ താമസിച്ചാണ് പഠിക്കുന്നത്. ഗുരു പറയുന്നതെല്ലാം കേൾക്കണം. ഗുരുവിന്റെയും ഗുരുപത്നി പറയുന്നതും എല്ലാം അനുസരിക്കണം. ഗുരുവിന്റെ ഭവനത്തിലെ എല്ലാ പണികളും ചെയ്യണം. അടിച്ചുവാരല്, പാത്രം കഴുകല്, തുണി നനയ്ക്കല്, പശുവിനെ കറക്കല്, വെള്ളം കൊണ്ടരല്, വിറകുണ്ടാക്കല്, പാകം ചെയ്യല്, എല്ലാം ചെയ്യണം. നമുക്കറിയാം കൃഷ്ണനൊക്കെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ അതുപോലെയാണ് ബലരാമനും കുചേലനും ഒപ്പം താമസിച്ച് പഠിച്ചത്. ഈ ജോലികളൊക്കെ ചെയ്തു തന്നെയാണ്. അപ്പൊ അങ്ങനെ താമസിച്ച് പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 5 വയസ്സായപ്പോഴേക്കും തന്നെ വളരെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പണ്ഡിതനായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു 8 വയസ്സായപ്പോഴേക്കും വേദാന്താദി ഗ്രന്ഥങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഹൃദിസ്ഥമാക്കി. പിന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു തൻ്റെ മാർഗം സന്യാസമാണ് എന്ന്. ഞാൻ സന്യാസിയാവാനായിട്ട് ജനിച്ചിട്ടുള്ളവനാണ് എന്ന് തിരിച്ചറിവുണ്ടായി. പക്ഷേ അമ്മയ്ക്ക് അത് ആലോചിക്കാൻ പോലും പറ്റില്ല. നമുക്കറിയാം ഏതൊരമ്മയ്ക്കും അങ്ങനെയാണ്. സ്വന്തം മകൻ, ഒരു കുട്ടിയേ ഉള്ളൂ, അത് സന്യാസിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശാടനം സിനിമയിലൊക്കെ കണ്ടില്ലേ, അമ്മയ്ക്ക് സഹിക്കാനാവില്ല. കാരണം സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചുള്ള ഒരു പോക്കായിട്ടാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരമ്മയ്ക്ക് സഹിക്കാനാവില്ല. അപ്പൊ അമ്മയുടെ അനുവാദം കിട്ടിയിരുന്നില്ല. ആ സമയത്താണ് പുഴയില് അമ്മയും മകനും കൂടെ കുളിക്കാൻ പോയതും ശങ്കരന്റെ കാലിൽ മുതല പിടിച്ചതും. ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുതല പിടിച്ചപ്പോൾ മുതലയുടെ പിടിവിടണമെങ്കിൽ എന്നെ സന്യാസത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നിവൃത്തികേട് കൊണ്ട് തന്നെ എന്നാൽ നീ സന്യാസത്തിന് പൊയ്ക്കോളൂ, സന്യസിച്ചോളൂ എന്ന് അനുവദിച്ചു. അങ്ങനെ ശങ്കരൻ 8-ാം വയസ്സിൽ സന്യാസത്തിനായി പുറപ്പെടുകയാണ്. അപ്പൊ ഈ പുറപ്പെട്ടപ്പോൾ അമ്മയോട് ഒരു വാക്ക് പറഞ്ഞു. അമ്മ വിഷമിക്കണ്ട, കാരണം എപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണണം തോന്നുന്നുവോ അപ്പോൾ എന്നെ വിചാരിച്ചാൽ മതി, ഞാനിവിടെ എത്തിയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് കാൽനടയായിട്ട് നർമ്മദാ നദീ തീരത്തേക്ക് പോയി.
അവിടെ ഗോവിന്ദാചാര്യർ എന്ന ആചാര്യന്റെ കീഴിൽ ശിക്ഷണത്തിൽ അവിടെ കുറെ കാര്യങ്ങളൊക്കെ അഭ്യസിച്ച് അവസാനം അദ്ദേഹത്തിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അപ്പൊ അവിടെ വെച്ച് ശങ്കരൻ എന്നായിരുന്നു പേര്. പക്ഷെ അവിടെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പോലും ഇദ്ദേഹം പ്രാപ്തനായിരുന്നത് കൊണ്ട് ശങ്കര ആചാര്യനായി. കാരണം മറ്റുള്ളവരെ പഠിപ്പിച്ചാണ് ശങ്കരാചാര്യർ എന്നുള്ള പേര് കിട്ടിയത്. അവിടുത്തെ ജ്ഞാനവൃദ്ധനായിരുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനവൃദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടല്ല വാർദ്ധക്യം, പക്ഷെ ജ്ഞാനം കൊണ്ട് വൃദ്ധനായവൻ, ജ്ഞാനവൃദ്ധനായിരുന്നു ശങ്കരൻ. ഇപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടായിരുന്നു. കൂടാതെ കാശി വിശ്വനാഥന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അദ്വൈതമായിരുന്നു. അതായത് രണ്ടില്ല, പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ്. അതായത് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ആ നിയാമകൻ എന്ന് പറയുന്നത് ആ ഈശ്വരൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യമായിട്ട് കുടികൊള്ളുന്നത് എന്ന തന്റെ അദ്വൈത സിദ്ധാന്തം. രണ്ടില്ല, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ള തന്റെ ആ സിദ്ധാന്തത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഭാരതം മുഴുവനും കാൽനടയായിട്ട് സഞ്ചരിച്ചു. കാൽനടയായിട്ട് സഞ്ചരിക്കുക മാത്രമല്ല, ആ സമയത്ത് സനാതനധർമ്മത്തിന് ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് അന്ന് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവരെന്നും, ശിവനെ ആരാധിക്കുന്നവര് ശൈവരെന്നും, ദേവിയെ ആരാധിക്കുന്ന ശാക്തേയർ, അങ്ങനെ ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്നവര് അതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് തർക്കങ്ങളും വളരെയധികം കോലാഹലങ്ങൾ, കലഹങ്ങൾ വരെ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇവരെ എല്ലാവരെയും ശങ്കരാചാര്യർ പറഞ്ഞു മനസ്സിലാക്കി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, നമ്മൾക്കെല്ലാം ഒരു ഈശ്വരനെ ഉള്ളൂ, അതിന്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരുന്ന സനാതന ധർമ്മത്തെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരു ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ. അപ്പൊ അദ്ദേഹം ജഗത് ഗുരു ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ശാരദാ ക്ഷേത്രത്തില് കാശ്മീരിൽ അവിടെ സർവജ്ഞ പീഠം കയറി. പിന്നെ തന്റെ മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി, അതായത് കാശി വിശ്വനാഥൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അദ്ദേഹം തന്റെ സിദ്ധാന്തവുമായി ജീവിക്കുകയും മറ്റുള്ളവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഈ അദ്വൈത സിദ്ധാന്തത്തിനെ ഭാരതം മുഴുവനും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും 16 വയസ്സായപ്പോഴേക്കും ഒരുപാട് പുസ്തകങ്ങൾക്ക് ഭാഷ്യം ലഭിച്ചു. തന്നെയല്ല, സ്തോത്രകൃതികൾ തന്നെ 90-ലേറെ ഉണ്ട്. പിന്നെ അനുശാസന ഗ്രന്ഥങ്ങൾ, പിന്നെ വേദാന്ത വിദ്യാർത്ഥികളുടെ ഇഷ്ട ഗ്രന്ഥങ്ങളായ വിവേക ചൂടാമണി, തത്വബോധം, ആത്മബോധം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങള്, കൂടാതെ ഒരുപാട് പ്രകരണ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഭാഷ്യങ്ങൾ, അങ്ങനെ അനേകം പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളെല്ലാം നമുക്കറിയാം സനാതനധർമ്മത്തിന്റെ ഗ്രന്ഥശാലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇന്നുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കൃതികളിൽ ഏറ്റവും ലളിതമായതും ഏറ്റവും ചെറുതും ആയിട്ടുള്ള ഒരു കൃതിയാണ് മാതൃപഞ്ചകം. ഈ മാതൃപഞ്ചകം എന്ന് പറയുന്നത് തന്റെ അമ്മയ്ക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലിയാണ്. കാരണം സന്യാസത്തിന് പോയപ്പോൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, എപ്പോൾ എന്നെ കാണണമെന്ന് വിചാരിച്ചാലും അപ്പോൾ ഞാൻ ഇവിടെ എത്തും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം അവിടെ എത്തി. മരണസമയത്ത്, അമ്മയുടെ മരണസമയത്ത് എത്തി. പക്ഷെ അദ്ദേഹം ആലോചിച്ച് നോക്കുമ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് 8 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ, ആ കാലം കൊണ്ട് അമ്മ എനിക്ക് വേണ്ടി എത്ര മാത്രമാണ് കഷ്ടപ്പെട്ടത്, അതിനൊന്നും ഒരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമത്തോടുകൂടി ചൊല്ലിയ കൃതിയാണ് ഈ മാതൃപഞ്ചകം. അപ്പൊ ഈ മാതൃപഞ്ചകം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും അതിന് ഈ കലികാലത്തിലാണ് കൂടുതൽ പ്രസക്തി. നമുക്കറിയാം ഇന്നത്തെ കാലത്താണ് കൂടുതൽ അതിന് പ്രസക്തി. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് പല മക്കളും അമ്മയെ തിരിച്ചറിയുന്നില്ല. അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ നിരാലംബരായി കഴിയുന്ന അമ്മമാരെ അവരുടെ സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയും ചില മക്കൾ അമ്മയെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ മാതൃപഞ്ചകം എന്ന കൃതി വളരെ പ്രസക്തമാണ്. ഇത് നമുക്ക് കണ്ണു നനയാതെ വായിക്കാൻ പറ്റാത്ത ഒരു കൃതിയാണ്. അത്രയ്ക്ക് അതിൽ ശങ്കരാചാര്യർ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്രയ്ക്കും നമ്മൾ വികാരഭരിതരാവുന്ന ഒരു കൃതിയാണ്.
കാര്യം 5 ശ്ലോകങ്ങളെ ഉള്ളൂ എങ്കിലും അതിന്റെ അർത്ഥം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തത്തെ മുഴുവനും കൂടി അദ്ദേഹം 2 വരികളിൽ ഒതുക്കി. അതായത് 1 കോടി ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഞാനിതാ ഒരു ശ്ലോകത്തിന്റെ പകുതിയിൽ ഒതുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകത്തിന്റെ പകുതിയിൽ ഒതുക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ അദ്വൈത സിദ്ധാന്തത്തിന് പ്രചാരം കൊടുത്തത്. അതായത് ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ് എന്നുള്ള കാര്യം ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഹി. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവനാപര. അതായത് ജീവോ ബ്രഹ്മൈവനാപര, ജീവൻ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ ബ്രഹ്മം, അതാണ് ഈ സർവ്വ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് എന്നുള്ള സത്യത്തെ അദ്ദേഹം ഈ 2 വരികളിൽ അദ്ദേഹം ഒതുക്കി എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് 32 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആ 32 വയസ്സിനുള്ളിൽ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ കൃതികൾക്ക് എണ്ണമില്ല. അപ്പൊ അതിൽ ഏറ്റവും പ്രസക്തമായത്, പക്ഷെ ഏറ്റവും ചെറുതും ലളിതവുമായ ഒരു കൃതിയാണ് മാതൃപഞ്ചകം. അപ്പൊ ഈ മാതൃപഞ്ചകം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കയ്യിലില്ലാത്തവര് അതിൽ നോക്കാം. ഗ്രൂപ്പില് സുമതി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വായിക്കാം. കാരണം 1 മണിക്കൂറിൽ തീർക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ആദ്യത്തെ ശ്ലോകം വായിക്കുകയാണ്. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. ഈ 1-ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരിയിൽ പറയുന്നു തസ്യൈ ജനന്യൈ നമഃ. അല്ലയോ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം. ഇത് എപ്പോൾ എഴുതിയതാണെന്ന് വിചാരിച്ചാൽ ഇദ്ദേഹം അളകനന്ദയുടെ തീരത്ത് സമാധിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാതിൽ കേൾക്കുകയാണ് ശങ്കര ശങ്കര എന്നുള്ള ഒരു വിളി കേട്ടു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അമ്മയാണ് വിളിക്കുന്നത്. ഉടനെ തന്നെ യോഗ വിദ്യയൊക്കെ അറിയാലോ, അങ്ങനെ ആകാശമാർഗേണ അമ്മയുടെ അടുത്തെത്തി. അമ്മയുടെ അടുത്തെത്തിയപ്പോ അമ്മ ആസന്ന മരണയായി കിടക്കുകയാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അധിക സമയം അമ്മയ്ക്ക് മകനെ കാണാനോ അമ്മയെ മകന് കാണാനോ ഉള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറഞ്ഞ സമയത്തിൽ അമ്മ ആഗ്രഹിച്ചിരുന്നത് അമ്മയ്ക്ക് ശിവനെയും ശിവപാർഷദന്മാരെയും ഒക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ശിവഭുജംഗ സ്തോത്രം അപ്പൊ ചൊല്ലി അമ്മയ്ക്ക് ശിവനെയും പരമശിവനെയും ശിവപാർഷദന്മാരെയും ഒക്കെ കാണിച്ചു കൊടുത്തു. അതുപോലെ വിഷ്ണു ഭുജംഗ സ്തോത്രം ചൊല്ലി നാരായണനെ കാണിച്ചു കൊടുത്തു, ശ്രീനാരായണനെ കാണിച്ചു കൊടുത്തു, വിഷ്ണു ഭഗവാനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കലരി വായിലിട്ട് കൊടുത്തു. നമ്മൾ വായ്ക്കരി ഇടുക എന്ന് പറയില്ലേ, അതോടുകൂടി അമ്മ മരിക്കുകയും ചെയ്തു. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കർമ്മങ്ങൾ ഒക്കെ തനിയാണ് അദ്ദേഹം ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഇതിൽ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ആ വരിയില് ആദ്യത്തെ വരി നോക്കാം. ആസ്താം താവത് ഇയം, അതായത് താവത് ഇയം എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. താവത് ഇയം, താവത് ഇയം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ താവത് എന്ന് പറഞ്ഞാൽ ഇത് ഇയം ഇപ്പോൾ, താവത് ഇയം ഇതിപ്പോൾ, ആസ്താം അവിടെ നിൽക്കട്ടെ. അതായത് ഈ പറയാൻ പോകുന്ന ആദ്യത്തെ വരിയിലും 2-ാമത്തെ വരിയിലും പറയുന്ന കാര്യങ്ങള് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ഗർഭിണിയായ അമ്മ അല്ലെങ്കിൽ ഒരു മകൻ ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ നിശ്ചയമായും അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അതിന് വലിയ പ്രസക്തി ഇല്ല, കാരണം അതവിടെ നിൽക്കട്ടെ എന്നാണ്. ആസ്താം താവത് ഇയം എന്താണ്? പ്രസൂതി സമയേ, പ്രസവ സമയത്ത് ദുർവാര ശൂലവ്യഥ. ദുർവാരം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത. അതായത് ഒരു സ്ത്രീക്ക്
പ്രസവ സമയത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ. ശൂലവ്യഥ എന്ന് പറഞ്ഞാൽ പ്രസവ വേദന, ശൂലം കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദന. അപ്പൊ ആ വേദനയെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. അതാണ് പറയുന്നത്. പ്രസവ വേദന നമുക്കറിയാം, ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയുള്ളൂ. മറ്റൊരാൾക്ക് എത്ര വിശദീകരിച്ചാലും അത് മനസ്സിലാവില്ല. വെറും ഒരു യോനിയിൽ കൂടി 3-4 കിലോ ഉള്ള, അല്ലെങ്കിൽ 2 മുതൽ 4 വരെ കിലോ ഭാരമുള്ള ഒരു കുട്ടി കടന്നു പോരണമെങ്കിൽ അവരുടെ ആ ഇടുപ്പെല്ലുകൾ എത്രമാത്രം വികസിച്ചാലാണ്. അപ്പോഴുണ്ടാകുന്ന വേദന വളരെ അസഹ്യമാണ്. അപ്പൊ ആ അസഹ്യമായ വേദന സഹിച്ച് ദുർവാര, അത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. അമ്മയാകണമെങ്കിൽ തീർച്ചയായിട്ടും അത്, ഇന്നിപ്പോ അതൊന്നും ഇല്ല കേട്ടോ, സിസേറിയൻ അവരൊന്നും അനുഭവിക്കുന്നില്ല, എന്നാലും ദുർവാര ശൂലവ്യഥ. അപ്പൊ അങ്ങനെ അനുഭവിച്ചാണ് അമ്മ എന്നെ പ്രസവിച്ചത്. ആ കഠിനമായ വേദന, ശൂലം കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദന. ഇനി നൈരൂച്യം. ഇനിയും പ്രസവ സമയം പോട്ടെ, ഇനി ഗർഭകാലത്തെ കുറിച്ച് ആലോചിച്ചാലോ. നൈരുച്യം, ഒരു രുചിയുമില്ല. അതായത് ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരാൻ തുടങ്ങിയാൽ ആ അമ്മയിൽ ഒരുപാട് പ്രതികൂലമായ ലക്ഷണങ്ങൾ കാണും. കാരണം നമുക്ക് ജീവിതത്തിൽ പ്രതികൂലമെന്ന് തോന്നുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അവസരമാണെങ്കിലും അവർക്ക് നൈരുച്യം എന്ന് പറഞ്ഞാൽ രുചിയില്ലായ്മ. ഒരു രുചിയില്ല, ആഹാരത്തിനൊന്നും ഒരു രുചിയില്ല. ഇനി എന്തെങ്കിലും നിർബന്ധപൂർവം കഴിക്കാന്ന് വെച്ചാലോ അത് പല ഗർഭിണികൾക്കും ഉണ്ടാവുന്നത് അത് ഛർദ്ദിക്കും. പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചെരിയുന്ന പ്രശ്നം, അങ്ങനെ ഒരുപാട് കാലിലെ മസിൽ കയറ്റം ഉണ്ടാവും. പക്ഷെ കഴിക്കാണ്ടിരിക്കില്ല അമ്മ. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ അതിന്റെ വളർച്ചയെ ബാധിക്കുമല്ലോ എന്ന് ഓർത്ത് കഴിക്കും, വീണ്ടും ഛർദ്ദിക്കും. അപ്പൊ അങ്ങനെ ഒരു രുചിയില്ലായ്മയും പിന്നെ അതോടൊപ്പം ആഹാരം ശരിക്ക് കിട്ടാത്തത് കൊണ്ടുള്ള തനു എന്ന് പറഞ്ഞാൽ ശരീര ശോഷണം, ശോഷണം, ശരീരം ക്ഷീണിക്കുക. ഇനിയും മലമയി ശയ്യാജ സംവത്സരി, ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ 10 മാസം സഹിച്ച് ഈ അമ്മ പ്രസവിച്ചു കഴിഞ്ഞാലോ പിന്നെയുള്ള കാലം സുഖമുണ്ടോ? ഇല്ല. മലമയി ശയ്യ, പിന്നെ കിടക്കുന്നത് എവിടെയാണ്? ഈ കൊച്ചിന്റെ വിസർജ്യ വസ്തുക്കളിലാണ് കിടപ്പ്, അല്ലെ? ഉറക്കം ശരിയാവില്ല, മുറിഞ്ഞുള്ള ഉറക്കം. പിന്നെ ഈ കുട്ടിയുടെ മലവും മൂത്രവും ഒക്കെ ഇന്നത്തെ അമ്മമാർക്കൊന്നും വലിയ പ്രശ്നമല്ല. കാരണം ഇന്നിപ്പോ സ്നഗ്ഗിയൊക്കെ ഉള്ള കാരണം, ഡയപ്പറൊക്കെ ഉള്ള കാരണം അതൊന്നും പ്രശ്നമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്കറിയാം, നമ്മളെ പോലുള്ളവരൊക്കെ പണ്ടെന്ന് വെച്ചാൽ വെറുതെ തുണി വിരിച്ചിട്ടാണ് കുട്ടിയൊക്കെ എടുക്കുക. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉറക്കത്തിലൊക്കെ മാറ്റി, ഇല്ലെങ്കിൽ മാറ്റിയില്ല, നമ്മളും മൂത്രത്തിൽ തന്നെ കിടക്കുക. അതുപോലെ മലം പോയാലും അതുപോലെ തന്നെ. അങ്ങനെ ആ മലത്തിലും മൂത്രത്തിലും വിസർജ്യ വസ്തുക്കൾ, നമ്മൾ നടന്നു പോകുമ്പോൾ വഴിക്ക് ഒരിത്തിരി വിസർജ്യ വസ്തു കണ്ടാൽ നമുക്ക് ഭയങ്കര അറപ്പാണ്. പക്ഷെ നമ്മളുടെ കുട്ടിയുടേതാവുമ്പോൾ അതെടുക്കാനോ അതിനൊന്നിനും നമുക്ക് യാതൊരു അറപ്പുമില്ല. അങ്ങനെ ആ മലത്തിലും മൂത്രത്തിലുമുള്ള കിടപ്പ്. സംവത്സരി എന്ന് പറഞ്ഞാൽ 1 വർഷം എന്നുള്ള അർത്ഥത്തില്ല, 1 വർഷമൊന്നുമല്ല ഇത്. അതിലും കൂടുതൽ കാലം നമുക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ ഗർഭകാലം കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഗർഭകാലം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും ഈ കഷ്ടപ്പാടുകൾ അമ്മയ്ക്ക് തീരുന്നില്ല. ഒരു നല്ല വസ്ത്രം ഉടുക്കാനോ ഒരു യാത്ര പോവാനോ ഒന്നും കഴിയാതെ മലത്തിലും മൂത്രത്തിലുമുള്ള കിടപ്പ്. ഏകസ്യ അഭി എന്ന് പറഞ്ഞാല് ഒരേ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതൊക്കെ പോട്ടെ, അതാണ് ആസ്താം താവതീയം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരൊറ്റ കാര്യം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എന്താണ്? ഏകസ്യാഭി ന ഗർഭഭാര ഭരണ. ആ ഗർഭകാലത്ത് അമ്മ ചുമന്ന ആ ഭാരത്തിന്റെ കാര്യം ആലോചിച്ചാൽ മതി. 10 മാസം ആകുമ്പോഴേക്കും അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് വളർന്നു വരുന്നതനുസരിച്ച് അമ്മയ്ക്ക് ഭാരം കൂടി വരും. ഈ ഭാരം ചുമക്കുക, നമ്മൾ ഭാരം ചുമന്നാൽ വേറെ നമുക്കറിയാം, നമ്മളൊരു സാധനം മേടിച്ചു കൊണ്ടുവന്ന് ഒരു
സഞ്ചിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൈ മാറി പിടിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഈ ഭാരം വേറൊന്ന് ഒരാളൊന്ന് പിടിക്കൂ എന്ന് പറയാം. അതൊന്നും കഴിയില്ല, അമ്മ തന്നെ ചുമന്നേ പറ്റുള്ളൂ, വേറെ ആർക്കും ഇത് പങ്കുവെക്കാനാവില്ല. അങ്ങനെ ഗർഭഭാരം, ആ ഗർഭഭാരം മാത്രമാണ് ഭരണം. ഗർഭം, ആ ഭാരം ചുമന്നുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയും വേണം. അപ്പൊ അമ്മ എത്രമാത്രം, ഒരു സ്ത്രീ ആ ഗർഭിണിയായിരിക്കുമ്പോൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത്. അതാണ് ഗർഭഭാര ഭരണ ക്ലേശസ്യ. അത് വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കുട്ടിയാണെങ്കിൽ തന്നെ അങ്ങനെ. ഇത് കുട്ടി മാത്രമല്ല, അതിനോടൊപ്പം കുറെ ഫ്ലൂയിഡും ഉണ്ടാവും. അപ്പൊ ചിലർക്കൊക്കെ ഒത്തിരി വയറുണ്ടാവും. അപ്പൊ ഈ ഭാരം ചുമന്നുകൊണ്ട് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗർഭിണികൾ കൈ രണ്ടും ഈ നടുവിന് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. കാരണം ഈ ഭാരം ചുമക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അപ്പോഴും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഓർക്കുന്ന എന്താണ്, എന്റെ കുട്ടി എന്നുള്ള വിചാരത്തിലാണ് അത് ബുദ്ധിമുട്ടില്ലാതെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ക്ലേശസ്യ യസ്യാക്ഷമോ. എന്താ പറയുന്നത്, ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. ആ ഗർഭഭാരം ചുമക്കുന്ന അതിന് ചുമട്ടുകൂലിയും നോക്കുകൂലിയും ഒന്നും ആരും കൊടുക്കണില്ല, വേറൊരാൾക്ക് കൈമാറാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭാരം ചുമന്ന് ഒരു ചലന സ്വാതന്ത്ര്യം പോലും ഇല്ല. അതേ സമയത്ത് അവിടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യണം. അപ്പൊ തീർത്താൽ തീരാത്ത ഒരു കടപ്പാട് അമ്മയോടുണ്ട് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ക്ഷമ, അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ നമ്മൾ ആരും യോഗ്യരല്ല. അതാണ് പറഞ്ഞത്. യസ്യ ക്ഷമ, അതാണ് യസ്യ അക്ഷമ എന്നാണ്. ധാതും നിഷ്കൃതി. നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം, ചെയ്തതിന് തിരിച്ചു കൊടുക്കുക, അതാണ് നിഷ്കൃതി. നിഷ്കൃതി ധാതു, അതിന് തിരിച്ചു കൊടുക്കാം. അമ്മ ഈ ചെയ്ത കഷ്ടപ്പാടുകൾക്കൊക്കെ തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഉന്നതോപി, എത്ര ഉന്നതനായാലും, എത്ര ഉന്നതാവസ്ഥയിലുള്ള ആളാണെങ്കിലും, അവർക്ക് തനയ എത്ര ഉന്നത നിലയിലുള്ള ഒരു മകനാണെങ്കിൽ കൂടിയും അത് ക്ഷമ, അതിന് കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് എന്തു കൊടുത്താലും അതിന് പ്രത്യുപകാരം ആവില്ല. ആ ഗർഭഭാരം ചുമന്ന് 10 മാസം നടന്ന് കഠിന വേദനയോടെ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും കുറെ കാലം കുഞ്ഞിന്റെ മലമൂത്ര വിസർജ്യങ്ങളിൽ കിടന്ന് ജീവിതം കഷ്ടപ്പെടുകയും, എന്നാൽ കുഞ്ഞ് വളരാൻ വേണ്ട എല്ലാം യഥാസമയം കൊടുത്തുകൊണ്ട് തന്റെ ആഹാരം പോലും ഉപേക്ഷിച്ച് കുട്ടിയെ വളർത്തിയ അതിനെ ഓർത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു കാലത്തും ആർക്കും, എത്ര ഉന്നതനാണെങ്കിലും അതിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഇത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ പോകുന്നത്, ഞാനിപ്പോൾ ജഗദ്ഗുരുവാണ്, ബ്രഹ്മനിഷ്ഠനാണ്, ലോകര് മുഴുവനും എന്നെ ബഹുമാനിക്കുന്നതാണ്, ഞാനത് ഉന്നത നിലയിലുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ അമ്മ ചെയ്ത ഈ കാര്യങ്ങൾക്കെല്ലാം പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നില്ല. അതുപോലെ ഒരൊറ്റയാൾക്കും ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ ആവില്ല. അതുകൊണ്ട് എന്താണ്, ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തസ്യൈ ജനന്യൈ നമ. എനിക്ക് അമ്മയെ സാഷ്ടാംഗം പ്രണമിക്കുക, അത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. വേറെ ഒന്നും എനിക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് ഒന്നും സാധിച്ചില്ല, അത് വേറെ കാര്യം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ, എല്ലാവരുടെയും മക്കളൊക്കെ വിദേശത്താണല്ലോ. അപ്പൊ അവർക്കൊന്നും മരണസമയത്ത് വരാനോ അവരുടെ അച്ഛനമ്മമാരുടെ ആ മരണസമയത്ത് അവരുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന് കൂടുതൽ പ്രസക്തി ഇന്നത്തെ കാലത്താണ്. അപ്പോൾ തസ്യൈ ജനന്യൈ നമ, എന്ത് മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരു അമ്മയ്ക്ക് ഒരു നമസ്കാരം കൊടുക്കാൻ മാത്രമേ എന്നെ കൊണ്ട് ആവുള്ളൂ. അപ്പൊ ആ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, എന്നെ പ്രസവിച്ച സമയം അമ്മ സഹിച്ച ആ കഠിന വേദന അത് അനുഭവിച്ച മറ്റൊരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. എന്നെ ഗർഭം ധരിച്ച സമയം അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, രുചിയില്ലായ്മ, ഛർദി, അതുപോലെ തന്നെ ശരീരം മെലിയൽ, പ്രസവശേഷം 1 കൊല്ലക്കാലം മലമൂത്രത്തില് ആ വിസർജ്യ വസ്തുക്കളിലുള്ള കിടപ്പ്, പിന്നെ മുറിഞ്ഞുള്ള ഉറക്കം, പിന്നെ ഇങ്ങനെ എന്നെ വളർത്താൻ സഹിച്ച ക്ലേശങ്ങൾ, ഒന്നും
അത് അമ്മ പോലും അമ്മ ആഹാരം കഴിക്കാതെ എന്നെ വളർത്തി പോഷിപ്പിച്ചത്. ആ അമ്മയുടെ ആ വാത്സല്യത്തെ കുറിച്ച്, അമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ ഓർത്താൽ അമ്മയോട് എത്ര ഉന്നത നിലയിലെത്തിയ മകന് പോലും അതിന് പ്രത്യുപകാരം ചെയ്യാൻ ആവില്ല എന്നുള്ളത് നിശ്ചയം. അതുകൊണ്ട് ഇപ്പൊ ഞാനും ആ ഒരു അവസ്ഥയിലാണ്. എനിക്ക് എന്തേ പറ്റുള്ളൂ? എനിക്ക് അമ്മയുടെ കാലിൽ സാഷ്ടാംഗം നമസ്കരിക്കുക മാത്രമേ പറ്റുകയുള്ളൂ. ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ ഏറ്റവും ചുരുക്കിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അടുത്ത ശ്ലോകം വായിക്കാം. ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേപി ദൃഷ്ട്വാ യദി സമുചിതവേഷം പ്രാരുതോ മാത്വമുച്ചൈ ഗുരുകുലമഥ സർവം പ്രാരുദത്തെ സമക്ഷം സപതി ചരണയോസ്തേ മാതരസ്തു പ്രണാമ. എന്താണ്? അമ്മയ്ക്ക് വീണ്ടും പ്രണാമം പറയാണ്. എന്തിനാണ് പ്രണമിക്കുന്നത്? അമ്മ, ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുകയാണ്, പണ്ട് നടന്ന ഒരു കാര്യം. ഞാൻ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം അമ്മ ഗുരുകുലം ഉപസൃത്യ എന്ന് പറഞ്ഞാല് അവിടേക്ക് ഓടിച്ചെന്നു. ഉപസൃത്യ ഓടിച്ചെന്നിട്ട് എന്തിനാണ് ഓടി വന്നത്? സ്വപ്നകാലേപി ദൃഷ്ട്വ, സ്വപ്നത്തിൽ അമ്മ എന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഗുരുകുലത്തിലേക്ക് ഓടി വന്നത്. എങ്ങനെയാണ് എന്നെ കണ്ടത്? യതി എന്ന് പറഞ്ഞാൽ സന്യാസി, സമുചിത വേഷം, ഒരു സന്യാസിക്ക് ചേരുന്ന വേഷമിട്ട എന്നെ അമ്മ സ്വപ്നം കണ്ടു. എന്നിട്ട് പ്രാരുത എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട്, മാത്വം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് അമ്മ ഗുരുകുലത്തിലേക്ക് ഓടി വന്നത്. ആ സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതായത് അമ്മയുടെ ആ മരണ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഓർക്കുന്നതാണ്. ഗുരുകുലം അഥ സർവം, അമ്മയുടെ ഈ കരച്ചില് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഗുരുവും അവിടെയുള്ള ശിഷ്യന്മാരും എല്ലാവരും പേടിച്ചുപോയി. അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ച് നീ സന്യാസിയാകുമോ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കരയാണ്. ഈ കരച്ചില് കേട്ട് ഗുരുകുലമഥ സർവം, അവിടെയുള്ള എല്ലാവരും പ്രാരുത, എല്ലാവരും കരഞ്ഞു. തേ സമക്ഷം സപതി ചരണയോസ്തേ മാതരസ്തു പ്രണാമം. അപ്പൊ എനിക്ക് ആ സംഭവം ഓർക്കുമ്പോൾ എനിക്ക് അമ്മയുടെ ആ സ്നേഹം, ഞാനൊരു സന്യാസിയായി പോയാൽ പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഗുരുകുലത്തേക്ക് ഓടി വന്നതും അവിടെയുള്ള എല്ലാവരെയും കരയിപ്പിച്ചതും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആ അമ്മയെ ഞാനിതാ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നമുക്കറിയാം, ഒരു സന്യാസിയാവുക എന്ന് പറഞ്ഞാൽ സകല കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ ഒരു സന്യാസിയാവുന്നത്. നമ്മൾ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരുന്ന് തിന്നല് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. കർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഉപേക്ഷിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുകയാണ് ഇങ്ങനെ. അപ്പൊ വേദങ്ങളിലൊക്കെ നമ്മളോട് പറയുന്നത്, വേദാന്തം മുഴുവനും നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങളിങ്ങനെ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് പാടില്ല. അപ്പൊ അതാണ് ഒരു സന്യാസി. സമ്യക്കായിട്ടുള്ള ന്യാസമാണ് സംന്യാസം. നല്ല പോലെയുള്ള ന്യാസം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കലാണ്. അപ്പൊ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണി ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇത് ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടി ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെയാണ് നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യുക. അതായത് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനത്തോടെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പക്ഷേ ഈ സന്യാസിയാവുമ്പോൾ കർമ്മം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ സന്യാസിയായി കഴിഞ്ഞാലും ഇഷ്ടംപോലെ കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കർമ്മത്തോട് അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ഞാൻ ചെയ്യുന്നു എന്ന ബോധമില്ല. അപ്പൊ നമുക്കറിയാലോ, എത്രയോ സന്യാസിമാർ, ഇപ്പൊ ചിദാനന്ദപുരി സ്വാമി, കൃഷ്ണാത്മാനന്ദ സ്വാമി, ഉദിച്ചൈതന്യ സ്വാമി, അതുപോലെ തന്നെ നമ്മളുടെ ചിന്മയാനന്ദ സ്വാമികൾ, ഇവരെല്ലാവരും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ല. യജ്ഞരൂപേണ കർമ്മം ചെയ്യുക. ഭഗവാൻ പറഞ്ഞേക്കണ അങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഒരു മനുഷ്യനായി ഇവിടെ ജനിച്ചു പോയാൽ അവർക്ക് കർമ്മം ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ അത് യജ്ഞരൂപേണ ചെയ്യുക. അതായത് ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മമാണ്, ഞാൻ ചെയ്യേണ്ടതാണ്, ഇത് ഈശ്വരാർപ്പിതമായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ
കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഇതിന്റെ ഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മട്ടിൽ കർമ്മം ചെയ്യുക. ആ തരത്തിലാണ് ഇവർ കർമ്മം ഉപേക്ഷിക്കുന്നത്. കർമ്മം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. കർമ്മം ചെയ്യും, പക്ഷെ കർമ്മത്തോട് അറ്റാച്ച്മെന്റ് ഇല്ല. അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നു, ബന്ധുക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ അമ്മയെ ഉപേക്ഷിക്കലല്ല, അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും എൻ്റെ അമ്മമാരാണ് എന്ന ഭാവത്തിലേക്ക് അവർ ഉയരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബന്ധുക്കളെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ലോകത്തിലുള്ള മുഴുവനും എൻ്റെ ബന്ധുക്കളാണ്, ആ ഭാവത്തിലേക്ക് അവർ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും വേണ്ടാന്ന് വെക്കലല്ല അതിന്റെ അർത്ഥം. കൂടുതൽ ഒരു ഉയർന്ന തലത്തിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പോകുമ്പോൾ, ഒരു സന്യാസിയായിട്ട് പോകുമ്പോൾ അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഉദകക്രിയ ചെയ്തിട്ടാ പോണേ. അതായത് അവർ മരിച്ചാൽ പിന്നെ അവർക്ക് ആരും ചെയ്യണ്ട, അവരുടെ ഉദകക്രിയ ചെയ്തിട്ടാ പോണത്. അതുപോലെ ആർക്കൊക്കെ ഉദകക്രിയ ചെയ്യേണ്ടതുണ്ടോ അവർക്ക് എല്ലാം പിണ്ടം വെച്ചിട്ടാ പോണേ. അമ്മ ഉൾപ്പെടെ എല്ലാവർക്കും പിണ്ടം വെച്ചിട്ടാണ് പോണത്. അതായത് ഇനിയും ഞാൻ ആർക്കും പിതൃക്രിയകൾ ചെയ്യുന്നുമില്ല, എനിക്കാരും പിതൃക്രിയ ചെയ്യുകയും വേണ്ട. അങ്ങനെ 21 പിണ്ടോ അങ്ങനെ ഏതാണ്ട് വെച്ചിട്ടൊക്കെയാണ് അവര് സന്യാസിയാവാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസി എന്ന് പറയുമ്പോൾ ഒരു കാവ്യം എടുത്ത ഒരു കമണ്ടലും രുദ്രാക്ഷവും ചന്ദനക്കുറിയൊക്കെ ഉണ്ട്, നമ്മളെ സംബന്ധിച്ച് സന്യാസിയാണ്. പക്ഷെ അവരങ്ങനെയല്ല, ഒരുപാട് ഒരു ത്യാഗ മനോഭാവത്തോടു കൂടിയാണ് ഒരു സന്യാസത്തിലേക്ക് പോകുന്നത്. പിന്നെ അല്ലാത്ത സന്യാസം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലെ ഉദരനിമിത്തം ബഹുകൃത വേഷം. നമ്മുടെ വീട്ടിലൊക്കെ ഒരു തട്ടത്തിൽ കുറച്ച് ഭസ്മം ഇട്ട് ഒരു സർപ്പത്തിന്റെ ഒരു ഇതും വെച്ചിട്ട് കാവ്യവേഷവും എടുത്ത് വരുന്നത് അവരുടെ വയറു നിറയ്ക്കാൻ വേണ്ടി അവർ വരുന്നതാണ്. യഥാർത്ഥ സന്യാസിയല്ലേ. യഥാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനമില്ലാതെ യജ്ഞരൂപേണ കർമ്മം ചെയ്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയും സദാസമയവും ഒരു കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ കർമ്മവുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല. എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്, എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ അറ്റാച്ച്മെന്റ് ഇല്ല. നമുക്ക് ആ കുറച്ചു പേരോട് മാത്രമുള്ള അറ്റാച്ച്മെന്റ്, അവർക്ക് അങ്ങനെയല്ല, എല്ലാവരോടും ഒരേപോലെ അവർ തരും. അപ്പൊ അങ്ങനെയാണ് സന്യാസി എന്ന് പറഞ്ഞാൽ. അപ്പൊ അമ്മ ആലോചിക്കുമ്പോ എന്താണ്, പോയി കഴിഞ്ഞാൽ എന്നെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവൻ പോകുന്നത്. അപ്പൊ അത് ഓർത്തിട്ടാണ് അമ്മ കരഞ്ഞുകൊണ്ട് ഓടി ഗുരുകുലത്തിൽ ചെന്നത്. നീ സന്യാസിയാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോ അന്ന് സന്യാസിയാവണം എന്നുള്ള ചിന്തയെ ഇല്ലാത്തൊരു കാലത്തിലാണ് കേട്ടോ. 8 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് സന്യാസത്തിലേക്ക് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായത്. പക്ഷെ അതിന് മുൻപേ തന്നെ അമ്മ അത് സ്വപ്നം കണ്ടിരിക്കുന്നു. അതാണ് ഒരു അമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അമ്മ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഏത് കുട്ടിയും ജനിക്കുമ്പോൾ അമ്മേ എന്നല്ലേ കരയുന്നത്. ഏത് ഭാഷയിലുണ്ടാണെങ്കിലും അതിന് മാ എന്നൊരു ശബ്ദമുണ്ട്. ഉമ്മ, മാം, മാ എന്നൊരു ശബ്ദമുണ്ട് തീർച്ചയായിട്ടും. അപ്പോ നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാം അമ്മയുടെ ആഹാരത്തിന് സ്വാദുണ്ട്. അതെന്താണ്? അമ്മ മക്കൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിലൊപ്പം സ്നേഹം കൂടി ചേർത്തുണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് അമ്മ മക്കളെ വളർത്തുന്നത്. പിന്നെ നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചില്ലേ, കുറച്ചൊക്കെ സ്വാർത്ഥതയോടെയാണ് വളർത്തുന്നത്. അതുണ്ടാവുമായിരിക്കും നമ്മളുടെയൊക്കെ മനസ്സിൽ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, മക്കൾ വലുതാവുമ്പോൾ നമ്മളെ നോക്കും എന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും മക്കളോട് ഏറ്റവും സ്നേഹമുള്ളത് അമ്മമാർക്കാണ് കൂടുതൽ. അച്ഛന്മാർക്ക് സ്നേഹം ഇല്ല എന്ന് അതിനർത്ഥമില്ല, അവർക്കും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അമ്മ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് വളർത്തുന്നത് കൊണ്ട് അമ്മയാണ് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത്. തന്നെയല്ല, ആദ്യത്തെ ഗുരു അമ്മയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പണ്ടൊക്കെ ഉപനയനം കഴിഞ്ഞ് ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ആ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് സമാവർത്തനം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ഈ കോൺവെക്കേഷൻ എന്ന് പറയില്ല, ഡിഗ്രി എടുക്കണേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, പിന്നെ സ്വാധ്യായാത് മാ പ്രമദ. ഞങ്ങളുടെ സ്വാമിജി പറയും, നമുക്ക് ക്രിസ്ത്യൻസിന് 10 കൽപ്പനകളുള്ള നമുക്കും 7 കൽപ്പനകളുണ്ട് എന്ന്. സത്യം വദ, ധർമ്മം ചര, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. ഇത് കൂടാതെ സ്വാധ്യായാത് മാ പ്രമദ, പഠിത്തത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കരുത്. ഇങ്ങനെ 7 കാര്യങ്ങൾ അല്ലാതെ കൂടുതലുണ്ട്, പക്ഷെ ഇത് 7ആണ് പ്രധാനമായിട്ട്. അപ്പൊ 7 കൽപ്പനകൾ കൊടുത്തിട്ടാണ് ഇവരെ പഠനം പൂർത്തിയാക്കി വിടുന്നത്. ഭീഷ്മര് ശരശയ്യയിൽ കിടന്നപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ധർമ്മം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് അതാണ്.
മാതാവിനെയും പിതാവിനെയും, മാതാപിതാ ഗുരുദൈവം, അതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ മാതാവ് പിതാവ് എന്നൊക്കെ പറയുന്നതും അവരെല്ലാവരും ദൈവതുല്യർ തന്നെയാണ്. ഇതൊക്കെ നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ഈ കലികാലത്തിൽ നമ്മൾ കാണുന്നതൊക്കെ അതിന് ഡെഡ് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇവിടെ അമ്മ അങ്ങനെ ഓടി വന്ന കാര്യം ഞാനിപ്പോ ആലോചിക്കുകയാണ്. അപ്പൊ അത് ആലോചിച്ചപ്പോൾ എനിക്ക് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞത് ആലോചിക്കുകയാണ്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, മാതരസ്തു പ്രണാമം. ഹേ മാതാ, ഞാൻ അമ്മയെ പ്രണമിക്കുന്നു. പ്രണമിക്കാൻ മാത്രമേ എനിക്കിനി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ അറ്റ്ലീസ്റ്റ് വരികയെങ്കിലും ചെയ്തു. ഇപ്പൊ സന്യാസിമാർക്കൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അവരുടെ വീട്ടിലേക്കൊന്നും പോവാനും ഒന്നും അനുവാദമില്ല. ശങ്കരാചാര്യസ്വാമികൾ തന്നെ അമ്മയെ വന്നപ്പോ അത് വന്നതിന് തന്നെ നാട്ടുകാർ മുഴുവനും എതിർപ്പായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം ഒരു സന്യാസി ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അമ്മയുടെ ദഹിപ്പിക്കാൻ അദ്ദേഹത്തെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം വന്നു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട്. അതാണ് രണ്ടാമത്തെ ശ്ലോകം. മൂന്നാമത്തത്, ന ദത്തം മാദസ്തേ മരണസമയേ തോയമപിവ സ്വധാവാനോ ദേയ മരണദിവസേ ശ്രാദ്ധവിധിന ന ജപ്തോ മാദസ്തേ മരണസമയേ താരകമനു അകാലേ സംപ്രാപ്തേ മയി കുരുദയാം മാതരതുലാം. എന്താണ്, ഞാനിവിടെ എത്തിയതെപ്പോഴാണ്? അകാലത്തിലാണ് ഞാനിവിടെ എത്തിയത്. അകാലേ സംപ്രാപ്തേ മൈ കുരു ദയാം. അല്ലയോ അമ്മേ, എന്നോട് അമ്മ ദയ കാണിക്കൂ. ഞാൻ അമ്മയുടെ അടുത്തൊന്നും എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റിയില്ല. അകാലത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മരിച്ചു അമ്മ, ആ സമയത്തല്ലേ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോട് എന്ത് കാണിക്കണം? എന്നോട് വളരെയധികം ദയ കാണിക്കൂ എന്നാണ് അമ്മയോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് എന്താണ് ന ദത്തം മാതഹ തേ, അമ്മയ്ക്ക് എനിക്ക് തരാൻ, ദത്തം എന്ന് പറഞ്ഞാൽ തരാൻ കഴിഞ്ഞില്ല, ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല? മരണസമയത്ത് തോയമപി, നമ്മൾ പറയില്ലേ മരിക്കാൻ നേരത്തെ ആയിരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലും തോയം, വെള്ളം പോലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താ പറയുന്നേ? സ്വധ നിങ്ങൾ പഠിച്ചില്ലേ ദേവി മഹാത്മ്യത്തില്? സ്വധ എന്ന് പറയുന്നത് എന്താണ്? അത് പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ആഹാരം കൊടുക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് സ്വധ. സ്വാഹ, ത്വം സ്വധ, ത്വം സ്വാഹ, ത്വം സ്വധ എന്ന് പഠിച്ചില്ലേ ദേവി മഹാത്മ്യത്തില്? അപ്പൊ ഇവിടെ പറയാണ് സ്വധ, പിതൃവ്യ, നമ്മള് പിതൃക്കൾക്ക് കൊടുക്കുമ്പോ പിതൃവ്യ സ്വധ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അഗ്നയെ സ്വാഹ, അഗ്നിയിലേക്ക് ഇടുമ്പോൾ അഗ്നഹേ സ്വാഹ എന്ന് പറഞ്ഞു കൊടുക്കും. ദേവന്മാർക്കാവുമ്പോ ദേവേഭ്യ നമ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ദേവന്മാർക്ക് കൊടുക്കുമ്പോൾ ആഹാരത്തിന് ഹവ്യം എന്ന് പറയും, പിതൃക്കൾക്ക് കൊടുക്കുമ്പോൾ കവ്യം എന്ന് പറയും. അപ്പൊ ചൊല്ലുന്ന മന്ത്രമാണ് സ്വധ എന്നുള്ളത്. അപ്പൊ ആ സ്വധ ചെയ്യാൻ എനിക്ക് പറ്റില്ല. സ്വധ എന്ന് പറഞ്ഞാൽ ആ മന്ത്രം ചൊല്ലി എനിക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വധ വ അല്ലെങ്കിൽ ന ദേയ മരണ ദിവസേ ശ്രാദ്ധവിധിന, ഇനിയും അപ്പോൾ മരണസമയത്ത് എനിക്ക് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി അമ്മ മരിച്ച ദിവസങ്ങളിൽ ആ തിഥി നോക്കി എനിക്ക് ശ്രാദ്ധം കൂട്ടാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. ഞാനൊരു സന്യാസിയായി പോയില്ലേ അമ്മേ. എനിക്ക് എല്ലാവർക്കും പിണ്ടം വെച്ചിട്ട് പോയ എനിക്ക് ഇനി ആർക്കും പിണ്ടം വെക്കാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ട് എനിക്ക് ശ്രാദ്ധം കൂട്ടാൻ പോലും പറ്റില്ല. എന്താണ് ഈ ശ്രാദ്ധം എന്ന് പറഞ്ഞാല്? ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം. നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് ചെയ്യുന്ന കർമ്മത്തിനെയാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. ആ മരണ ദിവസം ആ തിഥി നോക്കി ചെയ്യുന്നതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രാദ്ധം ഊട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ചോറൊക്കെ പിതൃക്കൾ വന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് നമ്മളുടെ സങ്കല്പം. അത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ആചാര്യന്മാരും എല്ലാവരും നമ്മളോട് പറയുന്നത്, ഈ മരിച്ചിട്ട് 2 അരി നനച്ച് വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എല്ലാം വേണ്ടതുപോലെ നൽകുക എന്നതാണ്.
മരിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ അവർക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന പിന്നെ എന്തിനാണോ എന്ന് ചോദിക്കും. എന്തിനാണോ എന്ന് ചോദിച്ചാൽ ആ മരണ ദിവസം നമ്മൾ അവരെ ഓർക്കുക. പിന്നെ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പോലെ ക്ഷേത്രത്തിന്റെ പുഴയിലൊന്നും പോയല്ല ചെയ്യുക. ഇപ്പൊ വീടുകളിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത തലമുറയും കൂടി ആ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കും. ഓ എന്താണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ അച്ഛന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനില്ലല്ലോ, അച്ഛൻ മരിച്ചു പോയാലും നമ്മൾ ഓർക്കണം എന്നൊരു മെസ്സേജ് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ കൂടി കഴിയുമായിരുന്നു വീട്ടിൽ വെച്ച് ശ്രാദ്ധമൊക്കെ കൂട്ടുമ്പോൾ. അപ്പോ ശ്രാദ്ധം, തർപ്പണം തൃപ്തിയോടെ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും തൃപ്തിയോടെ, ഏറ്റവും ശ്രദ്ധയോടെ, അതായത് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സാധാരണ ശ്രദ്ധയല്ല. ഇവിടെ ഞാൻ എപ്പോഴും പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അർത്ഥം ഗുരുവാക്യങ്ങളിലും ഉപനിഷത് വാക്യങ്ങളിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തോടെ ചെയ്യുക. വിശ്വാസത്തോടെ, അതായത് ഉണ്ട്, അവര് വന്ന് അതിന്റെ സൂക്ഷ്മാംശം ഭക്ഷിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവരെ ഓർത്തുകൊണ്ട് ചെയ്യുക. അതാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രാദ്ധമൂട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. 16 ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് വിധിച്ചിട്ടുണ്ട്, ഷോഡശ സംസ്കാരങ്ങൾ എന്ന്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ അന്ത്യേഷ്ടി സംസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ എല്ലാം വേണ്ടതുപോലെയൊന്നും ചെയ്യുന്നില്ല. കാരണം കാലം മാറിയതിനനുസരിച്ച് എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. മറ്റേത് 10 ദിവസം 10 ദിവസം മിനിമം നിത്യബലിയൊക്കെ ഇട്ടിരുന്നു. ഈ 10 ദിവസം ഇടുമ്പോൾ അവർക്കൊരു ഒരു പൂർണ്ണമായ ഒരു സൂക്ഷ്മദേഹം കിട്ടുന്ന പറയുന്നത് അങ്ങോട്ട് പോവാൻ. ഇപ്പൊ നമ്മൾ 1-ാമത്തെ ദിവസം ഇട്ടിട്ട് പിന്നെ 7-ാമത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ട് സൂക്ഷ്മദേഹം കിട്ടാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കുന്നില്ല. തന്നെയുമല്ല, നമ്മൾ ഉടനെ തന്നെ വേറെ എവിടെയെങ്കിലും രാമേശ്വരത്തൊക്കെ പോയി ബലിയിടുന്നുണ്ടല്ലോ, ഉടനെ തന്നെ ഇടാനല്ല അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഒരു നിർദ്ദിഷ്ട കാലം നമ്മൾ ഇട്ടിരിക്കണം. പിന്നീട് നമ്മളുടെ ആരോഗ്യസ്ഥിതിയും കുറയുമല്ലോ. അപ്പോഴേക്കും നമുക്ക് വേറെ ഈ രാമേശ്വരത്തോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ദിവസം ഓർക്കുകയോ 2 അരി നനച്ച് വെക്കുകയോ ചെയ്താലും മാത്രം മതി. അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന മരിച്ചതിന്റെ ഉടനെ തന്നെ പോയിട്ട് എല്ലാം ചെയ്യുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അസ്ഥി അവിടെ കുഴിച്ചിട്ടിട്ട് 1 വർഷം അവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പിന്നെയാണ് അസ്ഥി ഒഴുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലോ. 7-ാം ദിവസം തന്നെ എല്ലാം കഴിക്കുകയാണ്. ആർക്കും നമുക്ക് തിരക്കിട്ട ജീവിതമാണല്ലോ, എല്ലാവരും ഓട്ടത്തിലാണല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന അന്നതത്തം മാദഹ തേ മരണസമയേ തോയമപിവ, എനിക്ക് ഇത്തിരി വെള്ളം വായിലൊഴിച്ചു തരാൻ കഴിഞ്ഞില്ല. സ്വധാ, പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആ മന്ത്രം ചൊല്ലി പിതൃകർമ്മം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇനിയും മരണ ദിവസേ ശ്രാദ്ധവിധിന, വിധി അനുസരിച്ച് ആ മരണ ദിവസത്തിന്റെ ആ തിഥി നോക്കി ശ്രാദ്ധമൂട്ടാൻ എനിക്ക് പറ്റുമോ? അതും പറ്റില്ല. കാരണം ഞാനൊരു സന്യാസിയായി പോയി. പിന്നെ ജപ്തോ മാതസ്തേ, അതാണ് മാതസ്തേ. ജപ്തോ, ജപിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ജപിക്കാൻ കഴിഞ്ഞില്ല? മരണസമയെ താരകമന്ത്രം. നമ്മളൊക്കെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോൾ അവിടെ ഇരുന്ന് രാമായണം വായിക്കുക ഒക്കെ ചെയ്യുമല്ലോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. എന്താണ്? അവസാന കാലം അപ്പൊ അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവതത്തിൽ പറയും. ഭഗവത്ഗീതയിൽ പറയും, അന്തകാലേശ മാമേവ സ്മരൻ മുക്ത കളയപരം, എന്നെ ഓർത്ത് നിങ്ങൾ ദേഹം വെടിയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണം കഴിഞ്ഞിട്ട് പരലോകത്തിലേക്ക് അതിനെത്തിപ്പെടേണ്ട സ്ഥലം കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യണം. അതിനുള്ള വിശദീകരണമൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അന്തകാലത്തിൽ നമ്മൾ നാരായണനെ ഓർക്കണമെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർക്കണം. അല്ലാണ്ട് ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കാൻ അന്ന് പഠിക്കാന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. നേരത്തെ പഠിച്ചു വെച്ചാലേ അന്നും അത് പഠിച്ചാൽ ഓർമ്മ വരുള്ളൂ. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും നാരായണനെ അല്ലെങ്കിൽ ഈശ്വരനെ സ്മരിച്ചാൽ മാത്രമാണ് അന്ത്യകാലത്തിലും നമുക്ക് സ്മരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഉദാഹരണം പറയാറുണ്ട് മഹാത്മാഗാന്ധിയുടെ. മഹാത്മാഗാന്ധി എപ്പോഴും റാം 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 എന്നും പറഞ്ഞുകൊണ്ട് നടന്നത് കാരണം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെടിയുണ്ട വീണപ്പോഴും അദ്ദേഹത്തിന് ഹേ റാം എന്ന് പറയാൻ സാധിച്ചു, അല്ലെ? നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ വെടിവെച്ചാൽ അയാളെ തിരിച്ചു വെടിവെക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് ആലോചിക്കുക. പക്ഷെ മഹാത്മാഗാന്ധി അപ്പോഴും പറഞ്ഞു ഹേ റാം. അത് ജീവിതകാലം മുഴുവനും തുടർന്ന് വന്നിരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കുമൊക്കെ ഭഗവാൻ അന്തകാലേജ മാമേവ സ്മരൻ മുക്ത കളേപരം, അന്ത്യകാലത്തിലും എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള കാലം മുഴുവനും ഓർത്താലേ നമുക്ക് ആ സമയത്തും ഓർക്കാൻ കഴിയുള്ളൂ.
ഇനി അവർക്ക് അത് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കണം. അവിടെ ജീവിച്ചിരിക്കുന്നവർ വായിച്ചു കൊടുക്കുകയും അവരുടെ ചെവിയിൽ താരക മന്ത്രം ചൊല്ലുകയും വേണം. താരകമന്ത്രം എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രമാണെങ്കിലും, മന്ത്രം എന്നുള്ളതിന്റെ അർത്ഥം തന്നെ മനനാത് ത്രായതേ ഇതി മന്ത്രഃ എന്നാണ്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ദുഃഖാലയം അശാശ്വതം, അങ്ങനെയുള്ള ഈ സംസാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പര്യാപ്തമായ, തരണം ചെയ്യിക്കാൻ പര്യാപ്തമായ മന്ത്രം, അതാണ് താരക മന്ത്രം. അത് രാമ എന്നുള്ളതാണ് ആ മന്ത്രം എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഏത് മന്ത്രമായാലും കുഴപ്പമില്ല, ഓങ്കാരമോ എന്തെങ്കിലും. പക്ഷെ രാമമന്ത്രമാണ് നാരായണയിലെ രായും നമശിവായയിലെ മായും കൂടെ ചേർത്തെടുത്തിട്ടുള്ള ആ മന്ത്രമാണ് ഏറ്റവും വിശേഷം എന്നാണ്. ഇവിടെ വാരാണസിയിലൊക്കെ, കാശിയിലെ വിശ്വനാഥനൊക്കെ സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാശി പോയി മരിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടും എന്നൊക്കെ പറയുന്നത്. കാശി മരണാത് മുക്തി എന്ന് പറയും. കാരണം രാമനാമം എപ്പോഴും അവിടെ സദാ ഭഗവാൻ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് രാമനാമമാണ് താരകമന്ത്രം എന്ന് പറയും. അല്ല, ഇപ്പൊ ഏത് മന്ത്രമാണെങ്കിലും നമ്മൾ അവരുടെ ചെവിയിൽ മരിച്ചിട്ടാണെങ്കിൽ കൂടിയും 3.25 നാഴികയോളം അവരുടെ പ്രാണൻ, ധനഞ്ജയൻ എന്ന് പറഞ്ഞ പ്രാണൻ അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ചെവിയിൽ ചൊല്ലി കൊടുക്കണം എന്നാ പറയുന്നത്. പക്ഷെ അതും എനിക്ക് കഴിഞ്ഞില്ല. അതാണ് ഇവിടെ താരകമനു അകാലേ സമ്രാത്. കാരണം എന്താണ്? ഞാൻ ഈ അകാലത്തിലല്ലേ ഇവിടെ എത്തിയത്. അതുകൊണ്ട് എന്നോട്, അല്ലയോ അമ്മേ, എന്നോട് ദയ കാണിക്കണമേ എന്നാണ്. അരുണിമ, സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. ആന്റി, ഡൗട്ട് ക്ലിയർ ചെയ്യാനും കൂടെ ഉള്ള കഴിഞ്ഞിട്ടില്ല, 2 ശ്ലോകം കൂടി ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞേക്കാം. ഓക്കെ ആന്റി. അപ്പൊ അടുത്ത ശ്ലോകം. മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ഇത്യുക്തവക്ത്യാസ്തവ വാജിമാത ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം. അപ്പോ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അമ്മ എന്നെ വളർത്തി വലുതാക്കിയ സമയത്ത്, എന്നെ കൊഞ്ചിച്ച സമയത്ത് എന്തൊക്കെയാ പറഞ്ഞേ? മുക്താമണി, അല്ലയോ നീ എന്റെ മുത്തല്ലേ, നീ എന്റെ രത്നമല്ലേ എന്നൊക്കെയാണ് എന്നെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മുക്താമണിത്വം നയനം, നീ എന്റെ കണ്ണല്ലേ, മമ ഇതി രാജേതി, നീ എന്റെ രാജകുമാരനല്ലേ, ജീവേതി ചിരം, നീ ഒരുപാട് കാലം ജീവിക്കൂ, സുത ത്വം ഇത്യുക്തവത്യ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, വാജി എന്നോട് പറഞ്ഞേക്കണ വായ ഉദ്ദേശിച്ചാണ്. അങ്ങനെ പറഞ്ഞ് എന്നെ കൊഞ്ചിച്ചതാണ് അമ്മ, അമ്മയുടെ വായ കൊണ്ട്. മാതഹ, ആ വായിൽ എനിക്ക് എന്ത് തരാൻ കഴിഞ്ഞു? ദദാമി അഹം, ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം, എന്ത് മാത്രമേ എനിക്ക് തരാൻ കഴിഞ്ഞുള്ളൂ? ശുഷ്കം, ഉണങ്ങിയ കുറച്ച് അരി, ഉണക്കലരി, അത് 2 വായിലിട്ട് തരാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞാണ് കൊഞ്ചിച്ചത്? നീ എന്റെ മുത്തല്ലേ, നീ എന്റെ രത്നമല്ലേ, എന്റെ കണ്ണിന്റെ കണ്ണല്ലേ, പ്രിയപ്പെട്ട രാജനല്ലേ, നീ ദീർഘായുഷോടെ വളരെ കാലം ജീവിക്കണം എന്റെ മോനെ, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ അമ്മ കുട്ടിക്കാലത്ത് ലാളിച്ചിരുന്നതാണ്. അങ്ങനെയൊക്കെ ലാളിച്ച ആ വായിൽ അമ്മയ്ക്ക് എനിക്ക് 2 ഉണക്കലരി ഇട്ട് തരാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ അധന്യനായ ഈ മകന് വായ്ക്കരിയായി ഞാൻ 2 അരി സമർപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ എത്ര അധന്യനാണ് അമ്മേ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം കൂടുതൽ പറയുന്നില്ല, സമയം ആയിക്കൊണ്ടിരിക്കണം. അപ്പോ അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്തത്, അംബേതി താതേതി ശിവേതി തസ്മിൻ പ്രസൂതി കാലേ യദവോജ ഉച്ചൈ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേതി അഹോ ജനന്യൈരചിതോയമഞ്ജലി. അംബേതി താതേതി, ഇതെന്താ പറയണെന്ന് വെച്ചാൽ, അമ്മ പ്രസവ സമയത്ത് ആ വേദന, കഠിനമായ വേദന വന്നപ്പോൾ, നമ്മളൊക്കെ അങ്ങനെയല്ലേ, കഠിനമായ വേദന വരുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുക, അയ്യോ ഭഗവാനെ ഇതെങ്ങനെ ഞാൻ സഹിക്കും എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇവിടെ അംബേതി എന്താ വിളിച്ചത്? അമ്മേ, എന്റെ അമ്മേ എന്ന് വിളിച്ചു കാണും അമ്മ. പിന്നെ താതേതി, അമ്മയെയും അച്ഛനെയും, ശിവേതി, ശിവനെയും ഒക്കെ, തസ്മിൻ പ്രസൂതികാലേ, ആ പ്രസവ സമയത്ത് അമ്മ അങ്ങനെയെല്ലാം വിളിച്ചിട്ടായിരിക്കും അമ്മ പ്രസവവേദന കടിച്ചമർത്തിയത്. പ്രസൂതികാലേ യഥവോച ഉച്ചൈ,
ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷ്ണേതി ഗോവിന്ദ, ഭഗവാന്മാരെ എല്ലാരും വിളിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനെയൊക്കെ വിളിച്ച കൂട്ടത്തില് കൃഷ്ണ, ഗോവിന്ദ, ഹരേ മുകുന്ദ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അഹോ ജനന്യൈ രചിതോയം അഞ്ജലി, അങ്ങനെയൊക്കെ കഠിന വിളിച്ച് ആ വേദന സഹിച്ചതായിട്ട് അമ്മ പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ വേദന സഹിച്ച് എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അമ്മയ്ക്ക് ഇപ്പൊ എനിക്ക് എന്ത് മാത്രമേ കഴിയുന്നുള്ളൂ? രചിതോയം അഞ്ജലി. അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ. എനിക്കൊരു കൂപ്പുകൈ മാത്രം തരാനേ എനിക്കിപ്പോ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോ ഈ അവസാന കാലത്ത് വന്നിട്ട് ഞാനിപ്പോ എല്ലാം പറഞ്ഞ എന്താ പറയുന്നത്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രണമിക്കുക ചെയ്യണം. ഇത് മാത്രമാണ് എനിക്ക് അമ്മയ്ക്ക് വേണ്ടി രചിതോയം അഞ്ജലി, അയം അഞ്ജലി രചിത. അപ്പൊ ഞാനിപ്പോ കൈ കൂപ്പുന്നു അമ്മയുടെ മുന്നിൽ. അത്രയാണ് എനിക്ക്. അപ്പോ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ഈ വൃദ്ധസദനത്തിലൊന്നും ജീവിക്കേണ്ടവരല്ല ഈ അമ്മ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു കുടുംബത്തിൽ നമ്മളുടെ ആദ്യത്തെ എന്താണ് പാഠശാല തന്നെ ഗൃഹമാണെന്ന് പറയും. അമ്മയിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, കൊച്ചുകുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ അമ്മയായി കളിക്കും, ആൺകുട്ടികളാണെങ്കിൽ അച്ഛനായി അഭിനയിച്ച് കളിക്കും. അപ്പൊ അതുപോലെ എല്ലാ അമ്മയെയും അച്ഛനെയും കണ്ടിട്ട് പഠിക്കുന്നവരാണ്. ഒരു 12 വയസ്സ് വരെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ പാഠങ്ങളും കിട്ടുന്നത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമാണ്. നമുക്കറിയാം, വിവേകാനന്ദ സ്വാമികൾ അത്രയും നമ്മൾ ലോകം മുഴുവനും അറിയുന്ന ഒരു ആളായി തീർന്നതിന് പിന്നിൽ ഒരമ്മയുണ്ട്, അല്ലെ? ഭുവനേശ്വരി ദേവി എന്നൊരു അമ്മയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മോദിജി, അദ്ദേഹം ഇത്രയും അറിയപ്പെടുന്ന, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയെങ്കിൽ അതിന്റെ പിന്നിൽ ഹീരാബായി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അമൃതാനന്ദമയി ദേവി, ലോകം മുഴുവനും അറിയുന്ന അമ്മയുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദമയന്തി എന്നൊരു അമ്മയുണ്ട്. വിവേകാനന്ദ സ്വാമികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്കൂളിൽ പോയപ്പോ അവിടെ ആരാവണം ഭാവിയിൽ എന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ വലിയ വലിയ ഉദ്യോഗം പറഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എനിക്കൊരു കുതിരക്കാരനാവണം എന്നാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അമ്മ ഇന്ന് എന്നെ എല്ലാവരും കളിയാക്കി ചിരിച്ചു, കാരണം ഒരു കുതിരക്കാരനാവണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു കുതിരക്കാരനായിക്കോളൂ മോനെ, കാരണം നിനക്കറിയാലോ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കുതിരക്കാരനെ നമുക്കറിയില്ലേ? ഭഗവാൻ കൃഷ്ണൻ എന്തെല്ലാം ഉപദേശം കൊടുത്ത് ലോകത്തെ മുഴുവൻ നന്നാക്കുന്ന ഒരു കുതിരക്കാരൻ. അതുപോലെ ഈ ലോകം മുഴുവനും നന്നാക്കുന്ന ഒരു കുതിരക്കാരനാകാൻ നിനക്ക് കഴിയും എന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭവിക്കുകയും ചെയ്തു. അപ്പോ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. നമ്മള് രാമായണം പഠിച്ചില്ലേ? എന്താണ് രാമൻ പോണു എന്ന് പറഞ്ഞപ്പോ കൗസല്യ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കൗസല്യ പ്രാർത്ഥിക്കുകയാണ്, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയ കാരിണി ചണ്ഡികെ, എന്മകൻ ആശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും. പിന്നെ വേറെ വല്ല നേരം ഉണ്ടോ? അതായത് നടക്കുന്ന നേരവും ഇരിക്കുന്ന നേരവും ഉറങ്ങുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ എന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എത്ര കൊള്ളരുതാത്ത മകനാണെങ്കിലും മകന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അമ്മമാര് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെയാണ് ഇന്ന് എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ജനിക്കുന്നത് തന്നെ 3 കടങ്ങളോടെയാണ്. ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് 3 കടത്തോടെയാണ്. പിതൃകടം, ദേവകടം, പിന്നെ ബ്രഹ്മകടം. അപ്പൊ പിതൃകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടം. അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും തീർക്കേണ്ട കടം. ദേവകടം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജകളൊക്കെ ചെയ്യിക്കുക. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളൊക്കെ പഠിച്ച് അറിവ് നേടുന്ന കടം. അറിവ് നേടണം. എത്രയൊക്കെ പുസ്തകങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നുവല്ലോ, ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ അറിവ് നേടുക. അങ്ങനെ 3 കടത്തോടെയാണ് നമ്മൾ ഇവിടെ. കടത്തിനൊക്കെ പേര് മാറി മാറി പറയും കേട്ടോ, കാര്യം ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇത്. അപ്പൊ നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അമ്മമാരെ നോക്കുക എന്നുള്ളത്, അമ്മമാരെയും അച്ഛന്മാരെയും, നമുക്ക് ജന്മം തന്നവരെ വളരെ കരുതലോടെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും കടമയാണ്. ഇദ്ദേഹത്തിന് അത് സാധിച്ചില്ല, കാരണം സന്യസിച്ചത് കൊണ്ട്. നമ്മൾ കൂടെ താമസിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അതുപോലും ഇന്നത്തെ ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഇത് എഴുതിയത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണ്. നമ്മൾ ഗീതോപദേശം ഭഗവാൻ നടത്തിയത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ഭജഗോവിന്ദ എഴുതിയപ്പോഴും പറഞ്ഞു, ഈശ്വരനെ വിചാരിക്കാത്തവർക്കുള്ള ചാട്ടവാറടികളാണ് എൻ്റെ ശ്ലോകങ്ങൾ എന്ന്. അതുപോലെ എല്ലാവർക്കും വേണ്ടിയാണ്
മക്കള് ഒട്ടും അമ്മയെ ശ്രദ്ധിക്കാത്ത മക്കൾക്ക് വേണ്ടി കൂടി അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വരികളാണ് ഇത്, മാതൃപഞ്ചകം. അതുകൊണ്ട് ഇത് വളരെ ലളിതമാണ്, അർത്ഥവത്താണ്. അതുകൊണ്ട് ഇതൊക്കെ ഇതൊരു പ്രയറായിട്ട് പോലും ചൊല്ലാൻ പറ്റുന്നതാണ്. ഇത് ചൊല്ലി നമുക്ക് വേണമെങ്കിൽ അമ്മയെ നമസ്കരിക്കാവുന്നതാണ്. ഈ മാതൃപൂജയ്ക്കൊക്കെ സാധാരണ ഇത് ചൊല്ലാറുണ്ട്.